കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടനാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാനാവിന്മേൽ നടനം ചെയ്യേണാങ്കാനനേ യഥാ കാനനേ ദിഗംബരൻ. വാരിജോദ്ഭവമുഖ വാരിജാവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. വാൽമീകേർമുനിസിംഹസ്യ കവിതാവനചാരിണ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാം ഗതിം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. രാമപഥം, രാമായണത്തിലൂടെ ഒരു യാത്ര. വീണ്ടും ഒരു രാമായണ മാസം സമാഗതമായി. രാമായണ മാസത്തിൽ രാമമന്ത്രത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ രാമായണ ശീലുകൾ പാടാത്തവർ കുറവായിരിക്കും. നമുക്കും രാമായണ ശീലുകൾ പാടി രാമായണത്തിന്റെ 7 കാണ്ഡങ്ങളിലൂടെ 31 ദിവസത്തെ ഒരു യാത്ര, രാമായണ യാത്ര, രാമപഥം ആരംഭിക്കാം. ധ്യാന ശ്ലോകത്തിൽ സൂചിപ്പിച്ച പോലെ രാമകഥ കേൾക്കുന്നവൻ പരമമായ പഥത്തിലേക്ക് എത്തിച്ചേരും. ഈ രാമായണ മാസത്തിൽ നമുക്കതിന് ശ്രമിക്കാം. രാമായണത്തിന്റെ മഹത്വവും പ്രസക്തിയുമാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം. കർക്കിടക മാസം ഇന്ന് പൊതുവെ അറിയപ്പെടുന്നത് രാമായണ മാസമായിട്ടാണ്. ഈ കാലയളവിൽ കേരളത്തിലെ ഒരുവിധം എല്ലാ വീടുകളിലും രാമായണ ശീലുകൾ മുഴങ്ങാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും പ്രഭാഷണങ്ങളും പാരായണങ്ങളും നടക്കാറുണ്ട്. പലപ്പോഴും ഒരു ചോദ്യം പലരുടെയും മനസ്സിൽ ഉയർന്നു വരാറുണ്ട്. ഇത്രയധികം ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രാമായണത്തിന് മാത്രം ഇത്ര സ്വീകാര്യത എന്ന്? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. രാമായണം പാരായണം ചെയ്യാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ല, ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. വാൽമീകി മഹർഷി രചിച്ച ആദികാവ്യമാണ് രാമായണം. ഏകദേശം 24,000 ശ്ലോകങ്ങൾ, 7 കാണ്ഡങ്ങൾ, നൂറുകണക്കിന് കഥാപാത്രങ്ങൾ എല്ലാം ചേർന്ന് പറയുന്നത് ഒരു മഹത്തായ സന്ദേശമാണ്. ധർമ്മമൊരിക്കലും കൈവിടരുത്. നമ്മൾ സാധാരണ കഥകൾ വായിക്കുമ്പോൾ നായകനെയും വില്ലനെയും മാത്രം കാണുന്നു. എന്നാൽ രാമായണം വായിക്കുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ജീവിതമാണ് നമ്മൾ കാണുന്നത്. ഒരു മകനെന്ന നിലയിൽ എങ്ങനെ ജീവിക്കണം, ഒരു സഹോദരൻ എങ്ങനെയാകണം, ഒരു ഭാര്യയുടെ വിശ്വാസം എന്താണ്, ഒരു സുഹൃത്തിന്റെ കടമ എന്താണ്, ഒരു രാജാവിന്റെ ഉത്തരവാദിത്വം എന്താണ്, ഇതെല്ലാം രാമായണം പഠിപ്പിക്കുന്നു. ശ്രീരാമന്റെ ജീവിതം നോക്കൂ. അയോധ്യയുടെ രാജാവാകാൻ ഒരുങ്ങിയ നിമിഷത്തിലാണ്
വനവാസം ലഭിച്ചത്. സാധാരണ മനുഷ്യർ എന്തു ചെയ്യും? കോപിക്കും, കുറ്റം പറയും, കലഹിക്കും. പക്ഷേ ശ്രീരാമൻ അങ്ങനെ ചെയ്തില്ല. പിതാവിന്റെ വാക്ക് പാലിക്കപ്പെടേണ്ടത് ധർമ്മമാണ് എന്ന് കരുതി സന്തോഷത്തോടെ വനവാസത്തിലേക്ക് പോകുന്നു. ഇവിടെ രാമായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠം വളരെ വലുതാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കണമെന്നില്ല. പക്ഷേ സാഹചര്യങ്ങളെ സമചിത്തതയോടെ സ്വീകരിക്കാനുള്ള മനസ്സാണ് മനുഷ്യനെ മഹാനാക്കുന്നത്. സീതാദേവിയെ നോക്കൂ. രാജകൊട്ടാരത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം വനത്തിലേക്ക് പോയി. അശോകവനത്തിൽ അനവധി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടും ധർമ്മത്തിൽ നിന്നും ആത്മവിശ്വാസത്തിൽ നിന്നും അവർ ഒരിക്കലും പിന്നോട്ടു പോയില്ല. സീതാദേവിയുടെ ജീവിതം സഹനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ്. ലക്ഷ്മണനെ നോക്കിയാലോ, സ്വന്തം സുഖങ്ങൾ ഉപേക്ഷിച്ച് 14 വർഷം സഹോദരനെ സേവിച്ചു. ഇന്നത്തെ കാലത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും സഹോദരങ്ങൾ തമ്മിൽ അകൽച്ച വരുമ്പോൾ ലക്ഷ്മണന്റെ ജീവിതം വലിയ മാതൃകയാണ്. ഭരതന്റെ ജീവിതം അതിലും മഹത്തരമാണ്. രാജ്യം ലഭിച്ചിട്ടും അദ്ദേഹം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ശ്രീരാമന്റെ പാദുകം സിംഹാസനത്തിൽ വെച്ച് താനൊരു സേവകനായി മാത്രം രാജ്യം ഭരിച്ചു. അധികാരത്തെക്കാൾ ധർമ്മത്തിനും സ്നേഹത്തിനും വില കൊടുക്കണമെന്ന് ഭരതൻ തന്റെ ജീവിതത്തിലൂടെ ഒരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഹനുമാന്റെ ജീവിതം ഭക്തിയുടെ ഉന്നത മാതൃകയാണ്. ശക്തി ഉണ്ടായിരുന്നു, ജ്ഞാനമുണ്ടായിരുന്നു, വീര്യമുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും അഹങ്കാരമുണ്ടായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞത് ഒരു കാര്യം മാത്രം: ഞാൻ ശ്രീരാമന്റെ ദാസനാണ്. ഇന്നത്തെ ലോകത്തിൽ അറിവ് വർദ്ധിക്കുന്നു, സാങ്കേതിക വിദ്യ വളരുന്നു. എന്നാൽ വിനയവും കരുണയും കുറയുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഹനുമാൻ നമ്മെ പഠിപ്പിക്കുന്നത് കഴിവിനൊപ്പം വിനയവും വേണമെന്നാണ്. രാവണന്റെ ജീവിതവും വലിയ പാഠമാണ്. അദ്ദേഹം അജ്ഞാനിയായിരുന്നില്ല, മഹാപണ്ഡിതനായിരുന്നു, ശിവഭക്തനായിരുന്നു, ശക്തനായ ഭരണാധികാരിയായിരുന്നു. പക്ഷേ അഹങ്കാരവും മോഹവും അദ്ദേഹത്തെ നശിപ്പിച്ചു. ഇതിലൂടെ രാമായണം നമ്മോട് പറയുന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അറിവ് മാത്രം പോരാ, സ്വഭാവവും സദാചാരവും വേണം. ശക്തി മാത്രം പോരാ, നീതിയും വേണം. രാമായണം ഒരു കുടുംബ ഗ്രന്ഥമാണ്. മാതാപിതാക്കളെ എങ്ങനെ ആദരിക്കണമെന്ന് ശ്രീരാമൻ പഠിപ്പിക്കുന്നു. സഹോദര സ്നേഹം എന്താണെന്ന് ലക്ഷ്മണനും ഭരത ശത്രുഘ്നനും കാണിച്ചു തരുന്നു. ഭാര്യാഭർത്തൃബന്ധത്തിന്റെ വിശുദ്ധി സീതാരാമന്മാർ പഠിപ്പിക്കുന്നു. സൗഹൃദത്തിന്റെ മഹത്വം ശ്രീരാമനും സുഗ്രീവനും കാണിക്കുന്നു. സേവാഭാവത്തിന്റെ ഉത്തമ ഉദാഹരണം ഹനുമാനാണ്. അതുകൊണ്ട് തന്നെ രാമായണം ഓരോ കുടുംബത്തിനും വായിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. ഒരു നല്ല സമൂഹം നല്ല കുടുംബങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. നല്ല കുടുംബങ്ങൾ നല്ല മൂല്യങ്ങളിൽ നിന്നാണ് വളരുന്നത്. ആ മൂല്യങ്ങളുടെ ഉറവിടമാണ് രാമായണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങളും മത്സരങ്ങളും അസ്വസ്ഥതകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിന് സമാധാനം ലഭിക്കാൻ പല വഴികളും നാം അന്വേഷിക്കുന്നു. എന്നാൽ രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സിന്റെ സമാധാനം ധർമ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ്. രാമായണ പാരായണം കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. എന്നാൽ അതിലും പ്രധാനമാണ് അതിലെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. സത്യം പറയുക, വാക്കുപാലിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, അഹങ്കാരം ഒഴിവാക്കുക, കരുണയോടെ ജീവിക്കുക. ഇവയാണ് യഥാർത്ഥ രാമായണ ജീവിതം. ഇന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും രാമായണം പഠിക്കപ്പെടുന്നു. അതൊരിക്കലും ഒരു മതഗ്രന്ഥം എന്ന നിലയിലല്ല, മറിച്ച് മികച്ച സാഹിത്യ സൃഷ്ടിയായും ധാർമ്മിക ജീവിതത്തിന്റെ മാർഗദർശിയായും വിലയിരുത്തപ്പെടുന്നു. കാലം മാറിയാലും മനുഷ്യന്റെ അടിസ്ഥാന മൂല്യങ്ങൾ മാറുന്നില്ല.
അതുകൊണ്ടാണ് രാമായണം ഇന്നും നിത്യ നൂതനമായി നിലകൊള്ളുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഓരോ ദിവസവും ഒരധ്യായമെങ്കിലും വായിക്കാൻ ശ്രമിക്കണം. ഒരു ശ്ലോകമെങ്കിലും മനസ്സിലാക്കണം. ഒരു നല്ല ഗുണമെങ്കിലും ജീവിതത്തിൽ സ്വീകരിക്കണം. അപ്പോൾ രാമായണം പുസ്തകത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും തെളിയും. ഇന്നത്തെ രാമപഥം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ചിന്തകൾ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. രാമായണം കേൾക്കുന്നവൻ നല്ല മനുഷ്യനാകണം, കരുണയുള്ളവനാകണം. രാമായണം ജീവിതത്തിൽ ആചരിക്കുന്നവർ ധർമ്മത്തിന്റെ വഴിയിൽ നടക്കണം. അതാണ് രാമായണത്തിന്റെ യഥാർത്ഥ മഹത്വം. എല്ലാവർക്കും സീതാരാമചന്ദ്രന്മാരുടെ അനുഗ്രഹമുണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.